Hi guys! ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ലൈറ്റ് ആൻഡ് ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു റെമഡി നമ്മൾ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല ഒരു മാറ്റം നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും. നമ്മൾ അതോട് നിർത്താൻ പാടില്ല. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് റെഡ് വൈൻ ഉപയോഗിച്ചിട്ടൊരു മാസ്ക് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആ ഒരു റെഡ് വൈൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മാസ്കിൻ്റെ പ്രിപ്പയറാണ് നമ്മൾ ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫേസിലുണ്ടാവുന്ന പാടും ചുളിവും കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഗ്ലോ ആക്കി വരാനായിട്ടും ഈ ഒരു മാസ്ക് അല്ലെങ്കിൽ ഈ ഒരു പാക്കിന് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാസ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു കാര്യം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ തൈരാണ്. തൈര് നമ്മൾ ഡയറക്റ്റായിട്ട് ചേർക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ നമ്മളൊരു തുണിയിൽ അല്പം ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് അതിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക കേട്ടോ. ഒരുപാട് ഡ്രൈ ഔട്ട് ആക്കണ്ട, എങ്കിലും ചെറിയ രീതിക്ക് അതൊന്ന് സ്ക്വീസ് ചെയ്തിട്ട് ആ ഒരു ആ ഒരു ഈർപ്പത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് വേണ്ട ചെറിയൊരു ഈർപ്പം വേണം, ഒരുപാട് ഡ്രൈ ആക്കരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കുന്ന ഈ ഒരു മാസ്ക് നല്ല രീതിയിലൊരു ക്രീമി ടെക്സ്ചറിലായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് തൈരും ഉപയോഗിക്കാൻ പറ്റും. ഒരു ടേബിൾ സ്പൂൺ തൈര് ഉപയോഗിക്കുന്നതോടെ നമുക്കിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഏകദേശം നമുക്ക് ഇതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ തൈര്. അപ്പോൾ അത്രയും നമുക്ക് ക്വാണ്ടിറ്റി നമുക്ക് തൈരിൽ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഒരു ടേബിൾ സ്പൂണിനെക്കാളും നമുക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ തൈര് ഇതുപോലെ സ്ക്വീസ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു അളവിൽ കുഞ്ഞളവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എടുത്ത് നമ്മളൊരു ബൗളിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നതാണ് നമ്മുടെ റെഡ് വൈൻ കേട്ടോ. ആ റെഡ് വൈൻ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള റെഡ് വൈനാണ്. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഹണിയാണ്, നമ്മുടെ തേനാണ്. തേനും അതേ തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ട്. എല്ലാം ടേബിൾ സ്പൂൺ കണക്കാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ 3-4 ടേബിൾ സ്പൂൺ തൈര് എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു തേനാണെങ്കിലും 1 ടേബിൾ സ്പൂൺ, റെഡ് വൈനും 1 ടേബിൾ സ്പൂൺ. ഈ ഒരു 3 ഇൻഗ്രീഡിയൻ്റ് കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊണ്ടുവരികയാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കയ്യിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം, കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് മാക്സിമം ഒരു 15-20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് കഴുകിക്കളയണം കേട്ടോ. നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്, എടുത്ത് വെച്ച് ഉപയോഗിക്കരുത്. ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് കിട്ടും. തൈരിലാണെങ്കിലും അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനകത്ത് നമുക്ക് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ലൈറ്റൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫെയ്ഡ് ഔട്ട് ആക്കാനായിട്ടും ഈ ഒരു തൈരിന് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ സ്കിന്നിനെ. പിന്നെ അതിൻ്റെ കൂടുതലേക്ക് നമ്മുടെ റെഡ് വൈൻ കൂടി ചേർക്കുമ്പോൾ നന്നായിട്ട് റിസൾട്ട് ആയിരിക്കും കിട്ടുക. തേനും ചേർക്കുന്നുണ്ട്. തേനും നന്നായിട്ട് സോഫ്റ്റ് ആക്കി വെക്കാനും നല്ലൊരു മോയ്സ്ചറായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് തേൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു റെഡ് വൈൻ നമ്മൾ ഉപയോഗിക്കും തോറും നമുക്ക് ഒരു 10 വയസ്സ് കുറഞ്ഞു വരുന്നുണ്ട്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ചുളിവും പാടുകളെല്ലാം തന്നെ നല്ല രീതിക്ക് കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങായി കാണിക്കാനായിട്ടും ഈ ഒരു റെഡ് വൈന് നല്ല രീതിയിൽ ഹെൽപ്പാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴുകി വന്നതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടവൽ ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് വൈപ്പ് ചെയ്യുക കേട്ടോ. കാരണം ഈ ഒരു തൈര് നല്ലൊരു ഒരു ഓയിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ഫേസിൽ. അതുകൊണ്ട് നമുക്ക് ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകണേ അങ്ങനെ കഴുകിയെടുക്കാം. അതല്ല നോർമൽ വാട്ടർ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ കൂടിയും കഴുകി വന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് വൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. വൈപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനിയുടെ ആലോവേറ ജെല്ലാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഏത് ആലോവേറയാണെങ്കിൽ കുഴപ്പമില്ല. സ്റ്റോർ ബോട്ടിൽ ആലോവേറ ജെൽ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഞാൻ വീട്ടുവളപ്പിൽ ഉണ്ടായിട്ടുള്ള ആലോവേറ അല്ല പറയുന്നത്, സ്റ്റോർ ബോട്ടിലായിട്ടുള്ള ആലോവേറ ജെൽ ഉപയോഗിക്കുക. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓയിൽ കണ്ടൻറ്റ് കുറയാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ടിപ്പ് കൂടി പറയുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങളൊരു നല്ലൊരു ആലോവേറ ജെൽ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ക്ലിയർ? അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു തൈര് അലർജിയാണ്, ഞങ്ങൾക്ക് പിമ്പിൾസ് വരുന്നുണ്ട്, ഉറപ്പുള്ള സ്കിൻ ടൈപ്പുകാരുണ്ടാവും. ഈ ഓയിൽ സ്കിന്നുകാരൊക്കെ ഉണ്ടാവും, അതുപോലെ ആക്നി പ്രോൺ സ്കിന്നുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വന്നിട്ട് പാക്കായിട്ട്, അതായത് ഇപ്പം നമ്മൾ തൈരാണ് പാക്ക് പോലെയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതിനകത്തേക്ക് നിങ്ങളുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പൗഡേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ലിക്വറൈസ് പൗഡർ, റാഗി പൗഡർ, അതുപോലെ തന്നെ ഓറഞ്ച് പീൽ പൗഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പൗഡേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു പൗഡർ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പൗഡറും അതുപോലെ നമ്മുടെ ഈ ഒരു റെഡ് വൈനും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. തേന് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ രീതിക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് മസ്റ്റായിട്ട് തേന് വേണം. അതല്ല
അതല്ല ഞാൻ ഈ പറഞ്ഞ സെക്കൻഡ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ പൗഡറും ആ റെഡ് വൈനും മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.